ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ദിമിത്രിയോസ് ഡാമൻ്റെ കോഴ്സ് ഇന്ന് തിരിച്ച് ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ വരുന്ന 19-ാം തീയതിയൊക്കെ 19-20 ആ ദിവസങ്ങളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരം വരിക. അപ്പോൾ ഒഡീഷ എഫ് സി ആണ് ടീമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഒഡീഷ എഫ് സിയുടെ തട്ടകത്തിൽ വെച്ചാണ്, ഭുവനേശ്വർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ദിമിയുടെ തിരിച്ചുവരവ് കാണാൻ വേണ്ടി തന്നെയാണ്. ദിമിയൊക്കെ ആ പ്ലേ ഓഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ദിമിയുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇവാൻ ആശാനൊക്കെ പറഞ്ഞത് ഡൗട്ട്ഫുൾ ആണെന്നാണ്. അതുപോലെ ലൂണയുടെ കാര്യം ഡൗട്ട്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. ലൂണ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് സമയം ഇവാൻ ആശാൻ കളിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മത്സരശേഷം പറഞ്ഞത് 3 യെല്ലോ കാർഡിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു യെല്ലോ കാർഡും പാടി കിട്ടിയ സസ്പെൻഷനിലേക്ക് പോകും. അപ്പോൾ പ്ലേ ഓഫിൽ മിസ്സാവും. അതുകൊണ്ടാണ് ലൂണയെ ഇറക്കി റിസ്ക് എടുക്കാത്തതെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഡിമിയുടെ കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല, ഡൗട്ട്ഫുൾ ആണെന്നാണ് ആശാന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആയാലും ഡിമിയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സ് ഇന്ന് ട്രെയിനിങ് ആരംഭിച്ചേക്കും എന്നുള്ള ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സ് ട്രെയിനിങ് പുനരാരംഭിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും നന്നായി വരട്ടെ. പെട്ടെന്ന് ട്രെയിനിങ് ഒക്കെ ആരംഭിച്ച് നമ്മൾ പ്ലേ ഓഫിലേക്ക് കളിക്കാൻ പാകത്തിൽ ആയി വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ ദിമി, ലൂണ, പയഹോംബ് വീണ്ടും ഒരു മുന്നേറ്റത്തിൽ വന്ന് ആ പ്ലേ ഓഫിൽ കളിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കണം. ഇതുമായി ബന്ധപ്പെട്ടില്ല നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാൻ. ദൂരേക്കും ബൈ.